ഹായ് കൂട്ടുകാരെ, വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴ. അപ്പോൾ നമുക്ക് ഇന്ന് പരിപ്പ് കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാം. പരിപ്പ് കറിക്ക് കണ്ടത് സാമ്പാർ പരിപ്പാണ് പരിപ്പ് കറിക്ക് എടുക്കുന്നത്. അതിങ്ങനെ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. കണ്ടോ, വേവിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നല്ല നല്ലതായിട്ട് വേവിക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ അരച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെന്താൽ മതി. നമ്മൾ സാമ്പാർ വേവും പോലെ വേണ്ട. കണ്ടോ, അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ചപ്പാത്തിക്ക് കുഴയ്ക്കണം. പകുതി കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിനെ നല്ല കുറച്ചും കൂടി ഒന്ന് ഇവിടെ ഇങ്ങനെ ഇട്ട് നല്ല വയച്ചെടുക്കണം. നല്ല വൃത്തിയായിട്ട് നല്ല ഇങ്ങനെ ഞെരടി നല്ല കുഴച്ചെടുക്കണം. കണ്ടോ, അപ്പോൾ നമുക്ക് ചപ്പാത്തിയും പരിപ്പ് കറി ആക്കാൻ. അപ്പോൾ ഞാനൊന്ന് കുഴച്ച് വെച്ചും വരാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ പ്രയാസമില്ല. അത് വെള്ളം കൂടിപ്പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടും റെഡിയാക്കാം. ഇത് ഓഫ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ കൂട്ട് റെഡിയാക്കട്ടെ. കണ്ടോ ഇവിടെ ഇട്ട് ഇങ്ങനെ നമ്മൾ ബറോട്ടയ്ക്ക് കുഴയ്ക്കുമ്പോൾ പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും മാവ്. അവർ രണ്ടടിയൊക്കെ അടിക്കും, നമുക്കതൊന്നും വേണ്ട. നല്ല സോഫ്റ്റ് ഇവിടെ ആയിക്കഴിഞ്ഞു. കണ്ടോ നല്ല സോഫ്റ്റായി. മാവിനിത് മതി. ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് നമുക്കിതിന് പരത്തിയെടുക്കാം. കുറച്ച് മാവിലൊന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചപ്പാത്തി പലവയിൽ വെച്ചാണല്ലേ? എനിക്ക് ഇവിടാണ് ഇതാണ് എൻ്റെ ചപ്പാത്തി പൂരി ഉണ്ടാക്കുന്ന സ്ഥലം. നല്ല ഷേപ്പായിട്ട് വരത്തിയെടുക്കുമോ? എനിക്ക് നല്ല ഷേപ്പ് കിട്ടും. ചില സമയത്ത് വല്ല ഭൂപടമൊക്കെ ആയിപ്പോകും കേട്ടോ. ഇങ്ങനെ നല്ലതായിട്ട് നമ്മൾ ഉണ്ടാക്കി കുറച്ച് മാവ് ഇവിടെ ഇങ്ങനെ തൂറ്റി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. വലുതായിട്ട് നല്ല അടിപൊളി ചപ്പാത്തി നമുക്ക് കയ്യിലുണ്ടാക്കിയെടുക്കാം. കടയിലൊക്കെ ഇപ്പോൾ ഹാഫ് കുക്ക് ചപ്പാത്തിയൊക്കെ കിട്ടുമല്ലോ. അതൊന്നും അത്ര ഒരു ഇതല്ല കേട്ടോ. ഹാഫ് കുക്കാക്കി വെക്കണമെങ്കിൽ അതിലെന്തേലുമൊക്കെ അവർ ചെയ്യും. എളുപ്പമാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അതാണ്ടോ ഇത്ര നേരം എടുത്തോളൂ. നല്ല വലിയ വട്ടമുള്ള നല്ല വലിയ ചപ്പാത്തി ഇട്ട്. കണ്ടോ, വലിയ ഷേപ്പ് വ്യത്യാസമൊന്നുമില്ല. കണ്ടോ, അപ്പം നമുക്കിനി ഇതിനെ ഇതേപോലെ എല്ലാം നമുക്കിങ്ങനെ പരത്തിയെടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ആദ്യം എണ്ണ ഒന്ന് തടയി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല വലിയ ചപ്പാത്തി മണ്ണ് വരുമ്പോൾ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വേവട്ടെ കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരുപാട് എണ്ണയൊന്നും തൂണുന്നില്ല. എണ്ണ വയ്ക്കുന്നവർക്ക് വയ്ക്കാം. നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യമാണ് പറയണ കേട്ടോ. ഇല്ലോ അപ്പം ചെറുതായിട്ട് പൊള്ളി വരുന്നുണ്ടോ? കണ്ടോ, ഇനി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അടുത്ത സൈഡ് ഒരുപാട് നല്ല വെന്തിട്ടുണ്ട്. വലിയ ചപ്പാത്തി ആയതുകൊണ്ട് നമ്മൾ ഗ്യാസിൻ്റെ തീ വരുന്ന ഭാഗത്തോട്ടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോഴാണ് ഇങ്ങനെ പൊള്ളി വരുന്നത്. കണ്ടോ പൊള്ളി വരുന്നുണ്ടോ? ഇത് കുറച്ച് നേരം വച്ചിട്ടും കൂടെയാണ് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല വലുതായിട്ട് പോകും കേട്ടോ. ഇത് ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ്, സമയമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. കണ്ടോ, ഇതിന് ഇതുപോലെ എല്ലാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ പണി അങ്ങനെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത് കറിയിലേക്ക് കിടക്കാം.
കറി എന്ന് പറയുമ്പോൾ അതാ ഈ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. പിന്നെ എരി വേണമെന്നുള്ളവർക്ക് പച്ചമുളകോ ഉണക്കമുളകോ ചേർക്കാം. ഞാനിവിടെ ചേർക്കാറില്ല, ഇത്രയേ ചേർക്കാറുള്ളൂ. പിന്നെ നമ്മൾ കടുക് താളിക്കില്ല, അപ്പോൾ ഒത്തിരി കൂടുതൽ മുളക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ എരിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളും. അത്രേ വേണ്ടൂ. ആവശ്യക്കാർക്ക് ഇടാം കേട്ടോ, പച്ചമുളകോ ഉണക്കമുളകോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരച്ച് സെറ്റാക്കി കൊണ്ടുവരാം. കണ്ടത് ഇതുപോലെ നമ്മൾ പരിപ്പും തേങ്ങയും എല്ലാം കൂടി അരച്ച് കണ്ട ഒന്ന് ചൂടാക്കി എടുക്കണം. കറക്റ്റ് ഉപ്പും ഒക്കെ ഇട്ട് ഇനി നമ്മൾ കടുക് താളിച്ച് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി, നമ്മുടെ പരിപ്പ് കറി റെഡി. ഇതാ കഴിക്കാറാകുമ്പോൾ ചപ്പാത്തി എടുക്കുക, ഇത് ഇങ്ങനെ ഒഴിക്കുക. കണ്ടോ, നമ്മൾ ചപ്പാത്തിയിലൂടെ ഏത് കറിയേക്കാളും നമുക്ക് ടേസ്റ്റാണ് ഈ ചപ്പാത്തിയും പരിപ്പ് കറിയും. ഇതാ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ഇതും കൂടി ഇതാ കഴിച്ചോളൂ. കണ്ടോ, എൻ്റെ കൈ പൊള്ളുന്നുണ്ട്, ഞാനങ്ങ് വായിലേക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തന്നെ എനിക്ക് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ബായ്.